ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു അടിപൊളി സ്പെഷ്യൽ റൈസാണ് കേട്ടോ. കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു അടിപൊളി റൈസ് ഉണ്ടാക്കിയാലോ. ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി പച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, കളറിന് വേണ്ടി കുറച്ച് ചുവപ്പ് കളറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് നന്നായി തന്നെ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതൊരു അരമണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇനി അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറഞ്ഞ ഓയിലിൽ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെയധികം സോഫ്റ്റായി തന്നെ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ ഇതാ 2 ഭാഗവും ചിക്കനൊക്കെ നന്നായി തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഇതാ അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസാണ് കേട്ടോ. ഇത് അരമണിക്കൂറിന് ശേഷം ഇത് നമുക്ക് വെള്ളം മാറാനായി മാറ്റി വയ്ക്കാം. ഇവിടെ ഇതാ അടപ്പത്തൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി വെവാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഏലക്കായ, കറുകപ്പട്ട, കരയാമ്പു, ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായി തന്നെ ഇളക്കിയ ശേഷം ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ 90% വരെ അരി നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റിയ ശേഷം അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സബോള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വറുത്ത ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ റൈസ് മുഴുവനായി തന്നെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഇനി ഇതൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വെള്ളത്തിൽ കുറച്ച് ചുവപ്പ് കളറും മഞ്ഞ കളറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സ്മോക്കി സ്വാദിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം ചിരട്ട ഒന്ന് കത്തിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം ചാർക്കോൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇവിടെ വളരെയധികം സ്വാദിഷ്ടമായ നല്ലൊരു അടിപൊളി റൈസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ.